ഇല്ല ഏട്ടാ, നിങ്ങളുടെ തീരുമാനം എന്താ? അവളുടെ ഭർത്താവ് വെച്ചിട്ടേ 5-6 മാസമായി. ഇനി ഇവിടെ തന്നെ ഇരുത്താനാ? അവളവളുടെ വീട്ടിൽ കൊണ്ടുവിട്. നീ ഇതെന്താ സന്ധ്യ പറയുന്നത്? അവരെ കുറിച്ച് നിനക്കും അറിയുന്നതല്ലേ? എടാ, അവർക്ക് വീടോ അച്ഛനും അമ്മയും ഒന്നും ഇല്ലാത്തല്ലേ. ആ കൂടെ ഉള്ളത് ആകുന്ന പദത്തിൽ ഒരു അമ്മായിയാണ്. അതാണെങ്കിൽ സൂലാണ്ട് എടുക്കുക. അങ്ങോട്ടാണോ ഞാൻ മേടത്തേമിനും കുഞ്ഞിനും പറഞ്ഞേക്കേണ്ടത്? അതിനെന്താ, ഒരു അമ്മായി ഉണ്ടല്ലോ. ഇവര് പോയി കഴിഞ്ഞാൽ അവർക്കൊരു സഹായമാകും. ചെറുതാണെങ്കിൽ ഒരു വീടുണ്ടല്ലോ ഏട്ടാ. ഇനി എത്ര കാലം വേണ്ട അവരിവിടെ തന്നെ ഇരിക്കുക? നല്ല ആളാ നീ. ഏട്ടൻ മരിച്ചപ്പോഴും തിരിഞ്ഞു നോക്കാത്ത അമ്മായിയാണ്. എടി, അവർക്കൊന്നും ഇവരെ തീരെ ഇഷ്ടമല്ല. അങ്ങോട്ടാണോ പറഞ്ഞയക്കേണ്ടത്? ഏട്ടൻ പോയാലും അതെന്റെ ഏട്ടത്തിന്റെയും കുഞ്ഞാണ്. അവരെവിടെയെങ്കിലും ജീവിക്കാൻ ഞാൻ വിടില്ല. ഇത് അവർക്ക് കൂടി അവകാശപ്പെട്ടതാ. ഇത് തറവാടാണ് മോളെ. തറവാടാണെങ്കിൽ ഇതിന്റെ ഭാഗം കൊടുത്ത് അവരിനെ പറഞ്ഞേക്കേട്ടാ. അവളും കുഞ്ഞും എവിടെയെങ്കിലും പോയിരുന്നോട്ടെ. എന്റെ സന്ധ്യ, ആ കൂടി 12 സെന്റ് സ്ഥലമുള്ളത്. ഇതിലാണെങ്കിൽ ഞാനും ഏട്ടനും പെങ്ങളടക്കം 3 ഭാഗമുണ്ട്. ഇതൊക്കെ ആദ്യം ഒരു ചെറിയൊരു വീടായിരുന്നടാ. പിന്നെ ഞാനും ഏട്ടനും കൂട്ടിയാണ് വാർത്തത്. ഏട്ടൻ തന്നെയാ ഭൂരിപക്ഷം പൈസ ഇട്ടത്. അപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഭാഗം വെക്കുമ്പോ 3 കൊടുക്കണ്ടേ? അല്ലെങ്കിൽ പെങ്ങൾ സമ്മതിക്കുകയോ? അപ്പൊ കൊടുത്താൽ തന്നെ അവർക്ക് എന്തുണ്ടാകാണോ? ആ ചെറിയൊരു പൈസ കൊണ്ട് ഏട്ടത്തേനും കുഞ്ഞ് എവിടെ പോയിട്ട് വാടകയ്ക്ക് ഇരിക്കാനാ? അതിനുള്ള തൻ്റെ ഇടമുണ്ട് അവർക്ക്. അതാണെങ്കിൽ ഒരു അയ്യോ പാവാണ്. അതാണ് എനിക്ക് ഏറ്റവും. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഏട്ടാ. അച്ഛനും അമ്മയുള്ള കാലത്താണെങ്കിൽ കുഴപ്പമില്ലാന്ന് പറയായിരുന്നു. ഇതിപ്പം നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. ചേച്ചിക്കാണെങ്കിൽ അധികം പ്രായമായിട്ടില്ല. ഇപ്പം നാട്ടുകാർ അതൊന്നും പറഞ്ഞിട്ടുണ്ടാക്കിയാലേ നമുക്കും മര്യാദക്ക് ജീവിക്കാൻ പറ്റുമോ? എന്റെ സന്ധ്യ, നാട്ടുകാർക്ക് എന്താ പറയാൻ പറ്റാത്തത്? ഇപ്പൊ ഏട്ടൻ ചേച്ചിനെ കല്യാണം കഴിച്ചുകൊണ്ടിരുന്നപ്പോ ഇവിടെ എന്തൊക്കെയായിരുന്നു പോയില്? ഒരു ഗതിയില്ലാത്ത കുടുംബമാണ്. അവിടെ നിന്ന് കാറിലും പെണ്ണെടുക്കുമെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് അന്തസ്സായിട്ടല്ലേ ചേച്ചിനെ കല്യാണം കഴിച്ചുകൊണ്ടിരുന്നത്. കുറെ ആൾക്കാർ പറഞ്ഞു, അത് കഴിഞ്ഞപ്പോ നിർത്തി. അത്രേ ഉള്ളടോ. ഇതിപ്പോ അവരെയും പേടിച്ചിട്ട് എനിക്ക് ഇവരെ തെരുവിലേക്ക് ഇറക്കിയിടാൻ പറ്റുമോ? ഏട്ടാ, അതുകൊണ്ട് മാത്രമല്ല, വിനോദേട്ടനുള്ള സമയത്താണെങ്കിൽ കുഴപ്പമില്ലാന്ന് പറയായിരുന്നു. ഇതിപ്പം അവന്റെ മോനെ അംഗൻവാടിയിലല്ലേ പഠിപ്പിക്കുന്നത്? നമ്മുടെ മോളെ പോലെ വലിയ സ്കൂളിൽ വിട്ട് പഠിപ്പിക്കണമെന്നൊക്കെ അവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ? എല്ലാം കൂടി ഒറ്റയ്ക്ക് നിങ്ങൾക്ക് പറ്റുമോ? ആ കൂടി ചെറിയൊരു ശമ്പളമല്ലേ ഉള്ളൂ. ഏട്ടനാണെങ്കിൽ കുറെ കടവും വരുത്തി വെച്ചിട്ടുണ്ട്. എല്ലാം കൂടി നമുക്ക് ആവണ്ടേ ഏട്ടാ? നിങ്ങൾ തൽക്കാലം ഒരു കാര്യം ചെയ്യും, ചേച്ചിക്ക് ഒരു ജോലി എവിടെയെങ്കിലും ശരിയാക്കി കൊടുക്ക്. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഇവിടെ മാറി വാടകയ്ക്ക് ഇരിക്കാലോ. എടോ, ഞാൻ ചേച്ചിക്ക് വേണ്ടി ഒരുപാട് സ്ഥലത്ത് ജോലിക്ക് ചോദിച്ചതാ. പക്ഷെ എവിടെയും കിട്ടണ്ടേ? ആ കൂടി +2 വരെയല്ലേ പഠിച്ചിട്ടുള്ളൂ. അതിന്റെ ഗതി അറിയുന്നില്ല നിനക്ക്. ഇപ്പൊ ഓഫീസ് ജോലിയും കിട്ടുന്നില്ല. ഏതെങ്കിലും ഷോപ്പിലൊക്കെ പറഞ്ഞയക്കുക പറഞ്ഞാൽ അവർക്ക് അതിനുള്ള തൻ്റെ ഇല്ലല്ലോ. ആരോടും മുഖത്ത് നോക്കി അവർ സംസാരിക്കുമോ? ഇപ്പോഴാണെങ്കിൽ തീരെ മിണ്ടുന്നില്ല. എന്തായാലും അവരൊന്ന് ഓക്കെ ആകട്ടെ, നമുക്ക് എവിടെയും നോക്കാം. ചേച്ചി ജന്മത്ത് ഓക്കെ ആയില്ല. അതൊന്നും നോക്കി നടക്കില്ല ഏട്ടാ. ഷോപ്പെങ്കിൽ ഷോപ്പ് നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ടാക്ക്. അങ്ങനെയാണെങ്കിലേ വീട്ടിൽ ചിലവെങ്കിലും നടക്കുമല്ലോ. അല്ല, എവിടെയെങ്കിലും പെട്ടെന്ന് തന്നെ നോക്കണം. വേറെ കൊണ്ടല്ലോ. ഇപ്പൊ നമ്മുടെ ചിലവരാണ് കഴിയുന്ന പറഞ്ഞിട്ടേ അവരാണെങ്കിൽ ഒന്നും കഴിക്കുന്നുമില്ല, കുഞ്ഞിനും കൊടുക്കുന്നില്ല. ഞാൻ എത്ര പറഞ്ഞതാ ഒന്ന് നോക്കണേ, എടുത്ത് കഴിക്കുന്നത്. പക്ഷെ എന്തായാലും ഞാൻ എവിടെ ഒപ്പിച്ചു കൊടുക്കാം. എന്നാ പിന്നെ വൈകിക്കേണ്ട, എന്ന് തന്നെ എവിടെയെങ്കിലും നോക്ക്. ഒരു ജോലിയൊക്കെ കിട്ടി 2 മാസത്തെ ശമ്പളം കയ്യിൽ കിട്ടുമ്പോഴേ അവർക്ക് ഓട്ടോമാറ്റിക്കലി ഒരു തൻ്റെടം വരും. പിന്നെ ഇപ്പൊ നമ്മൾ പറയാണ്ട് തന്നെ ഏതെങ്കിലും വാടക വീട്ടിലേക്ക് മാറിക്കോളും. അല്ല, വാടക വീട്ടിലേക്ക് അവരെ മാറ്റം തന്നെ നല്ലത്. ഇവിടെ അവരെ കൊണ്ട് എല്ലാ പണിയും എടുപ്പിക്കുകയും ചെയ്യും. അവർ തീരെ കണ്ടുവിടുന്നതാണ്. ഏട്ടുള്ളതാണ് കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ 2 പെണ്ണും കൂടി ഒരു വീട്ടിൽ ചേരില്ല. പണ്ട് കാർന്നൂര് പറഞ്ഞത് ശരി തന്നെയാ. നീ ഇങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവുക? എൻ്റെ അവസ്ഥ അതിലേറെ കഷ്ടമാണ്. ഞാൻ ഒരു ജോലി നോക്കുന്നുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ പതുക്കെ തിരിച്ചു തരാം. ഇതൊക്കെ എപ്പോൾ നടക്കാനാ മോളെ? 25,000 കൊടുത്തിട്ട് 8 മാസമായി. അവനിപ്പോൾ ഇങ്ങനെയൊക്കെ ആവുന്ന ആരെയും വിചാരിച്ച? നിന്നെ ബുദ്ധിമുട്ടിക്കുന്നതിൽ എനിക്കും വിഷമമുണ്ട്. ഞാനിപ്പോൾ വേറെ ആളുടെ അടുത്ത് വാങ്ങിയിട്ടാണ് അവനെ പൈസ കൊടുത്തത്. അവന് പലിശയൊന്നും വേണ്ട, മുതൽ മാത്രം മതി എന്നാണ് പറയുന്നത്. നീ ഒരു കാര്യം ചെയ്യ്, വിനോദിൻ്റെ അനിയനുണ്ടല്ലോ, അവനോട് വാങ്ങിച്ചു കൊണ്ട്. മോഹനേട്ടാ, ഭർത്താവ് മരിച്ചിട്ടും ഞാൻ ഇവിടെ നിൽക്കുന്നത് എൻ്റെ ഗതികേട് കൊണ്ടാ. ഇപ്പൊ തന്നെ എൻ്റെയും കുഞ്ഞിൻ്റെയും കാര്യം നോക്കുന്നത് അവനാ. അതിനിടയ്ക്കൂടെ അവൻ അത്ര വലിയ ശമ്പളമൊന്നും ഇല്ല ഏട്ടാ. നിങ്ങൾ കുറച്ച് മാസം എന്താ, ഞാൻ എങ്ങനെയെങ്കിലും തിരിച്ചു തരാം. മോളെ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവന് കൊടുത്തിട്ടുണ്ടാവും. എന്തായാലും ഞാൻ അവനോട് കുറച്ച് അവധി ചോദിച്ചോട്ടെ. അവന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. അമ്മ പാറു എപ്പോഴാ വരുന്ന? ആരോന് പ്ലേ സ്കൂളിൽ എന്തോ പരിപാടി ഉണ്ട് മോനെ. അതൊക്കെ കഴിഞ്ഞിട്ട് അല്ലേ വരുള്ളൂ. പാറുണ്ട മാത്രം
അത്രയൊന്നും പൈസ ഇല്ലല്ലോ മോനെ. ചെറിയച്ഛൻ്റെ അടുത്ത് പരിയത്ത പാലുണ്ട കൂലുണ്ട ചേർത്ത കുഞ്ഞുണ്ട. ചെറിയച്ഛന് അത്ര വലിയ ശമ്പളമൊന്നും ഇല്ലല്ലോ മോനെ. ഇപ്പൊ തന്നെ ഒരുപാട് പൈസ നമുക്ക് വേണ്ടി ചെലവാക്കുന്നുണ്ട്. പിന്നെ എത്ര ചെറിയ സ്കൂളിൽ പഠിച്ചാലും പഠിക്കേണ്ട കുട്ടികൾ നന്നായി പഠിക്കും. മോനിപ്പോ എല്ലാം അറിയുന്നില്ലേ? അത് മതിയേടാ. എടാ അച്ചു, നീ എങ്ങനെയെങ്കിലും ഏട്ടത്തമ്മയ്ക്കൊരു ജോലിയാക്കി കൊടുക്കടാ. കുറെ ആൾക്കാരോട് ചോദിക്കുന്നു, പക്ഷെ ഏട്ടൻ ശരിയാകുന്നില്ല. അപ്പൊ ചേച്ചിക്ക് അധികം വിദ്യാഭ്യാസം ഒന്നും ഇല്ലല്ലോ. കുറച്ച് സ്മാർട്ട് ആണെങ്കിൽ ഞാൻ എന്റെ കോണ്ടാക്ട് വെച്ചിട്ട് എന്തെങ്കിലും ഒരു ജോലി റെഡിയാക്കായിരുന്നു. ഇനിയിപ്പൊ എന്താ ചെയ്യുക? എടാ എല്ലാവരും ഇങ്ങനെ തന്നെയാണോ പറയുന്നത്? പക്ഷെ അവന്റെ അവസ്ഥയായി എന്താ പറയാ, സ്വന്തമായിട്ട് വരുമാനം ഇല്ലാലോ. ഞാൻ കൊടുത്ത ഒന്നും വാങ്ങൂല, എല്ലാം ഒതുങ്ങി 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 തിന്നാനും കുടിക്കാനും. അതൊക്കെ കാണുമ്പോഴാണ് ഒരു സങ്കടം. നീ ഒരുപാട് ഷോപ്പിന്റെ വീഡിയോ ഒക്കെ ചെയ്തല്ലേ, എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു ഒഴിവുണ്ടാവോ? ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അന്ന് തന്നെ ഞാൻ മൂപ്പരോട് പറഞ്ഞതാ ഒരു ടേം ഇൻഷുറൻസ് എടുക്കാൻ. അപ്പൊ മൂപ്പര് പറയാ ഇതൊക്കെ ആരെങ്കിലും എടുക്കോ, മരിച്ചാൽ കിട്ടുന്ന പൈസ ഒന്നും കുടുംബത്തിന് വേണ്ട എന്ന് പറഞ്ഞ് എടുക്കാതിരുന്നു. അന്ന് മര്യാദയ്ക്കൊന്നും എടുത്തിരുന്നെങ്കിൽ ഇന്ന് ആ ചേച്ചിയും കുഞ്ഞും കടന്നനുഭവിക്കേണ്ടി വരുമോ? എത്രയൊക്കെ പറഞ്ഞാലും ഇതിന്റെ പ്രാധാന്യം എന്താണെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല സുഖം. സത്യം പറഞ്ഞാൽ എനിക്കും ഇപ്പോഴാണ് ഇതിന്റെ വില മനസ്സിലായത്. കാരണം എന്റെ മുന്നിൽ കിടന്നിട്ടില്ല അവർ ഈ അനുഭവിക്കുന്നത്. അല്ല, ഇത് നിനക്ക് എങ്ങനെ എടുക്കാന്നറിയോ? കാരണം എനിക്കൊരു പെൺകുട്ടിയാണ് വളർന്നു വരുന്നത്. അത് ഈ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. അതിൽ പോയാൽ ഇന്ത്യയിലെ ടോപ്പ് കമ്പനികളെ കമ്പയർ ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാൻ പറ്റും. പിന്നെ ഇപ്പൊ എടുക്കുകയാണെങ്കിൽ 15% ഡിസ്കൗണ്ട് ഉണ്ട് സ്വീറ്റാ. അല്ലടാ, അതിനിപ്പോ മാസം നല്ലൊരു എമൗണ്ട് അടവ് വരില്ലേ? അത്രയൊന്നും ഇല്ലേ, മാസം 400-500 പോലുള്ള ചെറിയൊരു എമൗണ്ടേ വരുന്നുള്ളൂ. പിന്നെ 2 കോടി വരെയൊക്കെ കവറേജും കിട്ടും. ആണോ? അല്ലടാ, അപ്പൊ ഈ ക്ലെയിമിന്റെ ഒക്കെ ആവശ്യം വന്നാലോ കുറെ ഓർഡർ വരുമോ? അതൊന്നും ഇല്ല കേട്ടാ. അവന്റെ ടോൾ ഫ്രീ നമ്പർ ഉണ്ട്, അതിൽ വിളിച്ചാൽ കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ നടക്കും. പിന്നെ നാട്ടിലുള്ളവർക്ക് മാത്രമല്ല, പ്രവാസികൾക്കും വിദേശത്ത് നിന്ന് എടുക്കുന്നതിനേക്കാളും 30 മുതൽ 50% വരെ വിലക്കുറവിൽ നാട്ടിൽ നിന്ന് എടുക്കാൻ പറ്റും. ഓക്കെ, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കമന്റ് ബോക്സിൽ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അത് ഞാൻ എടുക്കുന്നുണ്ടാ. പിന്നെ ഏട്ടത്തമ്മന്റെ കാര്യം ഇപ്പൊ എന്താ ചെയ്യാ? നിങ്ങൾ പേടിക്കുന്ന സുഖേട്ടാ, അത് ഞാൻ എങ്ങനെയെങ്കിലും സെറ്റാക്കി തരാം. പിന്നെ ചേച്ചിന്റെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് എന്തോ പോലെ ഉണ്ട്. ഞാൻ എന്തായാലും മാക്സിമം ശ്രമിക്കാം. ശരി സുഖ. ABCD അറിയോ? ABCD പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. പാറുണ്ട ഒന്നും അറിയില്ല. അയ്യേ, ഒന്നും അറിയില്ല പാറുണ്ട. കുഞ്ഞിന്റെ അംഗനവാടി പഠിച്ചിട്ട് അല്ല നന്നായിട്ട് അറിയാം. എന്നാൽ ജീവന് ABCD പറ. ABCD കണ്ടോ കുഞ്ഞ് ഗുഡല്ലേ? എന്നാൽ നിനക്ക് വഞ്ചു അറിയോ? കുഞ്ഞിന്റെ എല്ലാം അറിയാ. അമ്മ പറഞ്ഞു വലിയ സ്കൂളിൽ പോവണ്ട, അംഗനവാടി പോയാൽ മതി. അതെന്താണ് നീ അങ്ങനെ പറഞ്ഞത്? എന്റെ മോള് പഠിക്കുന്ന സ്കൂളിൽ എന്താ കുഴപ്പം? നല്ല ഫീസ് കൊടുത്തിട്ട് തന്നെയാ ഞങ്ങൾ അവളെ പഠിപ്പിക്കുന്നത്. നിന്റെ അമ്മ നിന്നെ അംഗനവാടി വിടുന്നുണ്ടെങ്കിലേ അത് നിനക്ക് ഗതിയില്ലാത്തോണ്ടാ. ആ മോളെ, മറ്റേ കൂടെ ഇരുന്നിട്ടുണ്ടെങ്കിലേ ഉള്ള ബുദ്ധി അടക്കം പോവും. കൊണ്ട് എന്നാലും നിങ്ങളുടെ ഏടത്തേമ്മ വല്ലാത്തൊരു സാധനം തന്നെ കേട്ടോ. അവരെന്തൊക്കെയാ മക്കളെ പറഞ്ഞ് പഠിപ്പിക്കുന്നത്? നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് വലിയ സ്കൂളൊന്നും വിട്ടിട്ട് ഒരു കാര്യമില്ല, അംഗനവാടി വിട്ടാലാണ് കുട്ടികൾക്ക് നല്ല ബുദ്ധി വരികയെന്ന്. നിങ്ങൾ തലകേറ്റി വെക്കില്ലേ? ഇതാവിന്റെ സ്വഭാവം. അപ്പൊ മനസ്സിലായില്ലേ? നീ എന്താടി എപ്പോ നോക്കിയാലും ആ പാവത്തിന് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കുട്ടികൾ തമ്മിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലേ അത് അതോടെ വീട്. പിന്നെ ഞാൻ 2-3 ആൾക്കാരോട് ചോദിച്ചു വെച്ചിട്ടുണ്ട്. മിക്കവാറും ഒരു 2-3 ദിവസത്തിനുള്ളിൽ ചേച്ചിക്ക് ജോലി ഇട്ടുണ്ടോ? അതിന് അനാവശ്യമായിട്ട് ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. കണ്ണിന്റെ മുന്നിൽ കണ്ടു, പറഞ്ഞു, അത്ര തന്നെ. എങ്ങനെയെങ്കിലും ജോലിക്ക് പോട്ടെ, എന്നാലെങ്കിലും ഇവിടുന്ന് മാറുമല്ലോ. മാറുന്നതൊക്കെ പിന്നെയല്ലേ, ആദ്യം ഇതൊന്ന് ശരിയാവട്ടെ. അല്ല ചേച്ചി എവിടെ? ഇന്നിവിടെ വെള്ളം വന്നിട്ടില്ല, അപ്പൊ ആ തുണിയൊക്കെ എടുത്ത് കുളത്തിൽ അലക്കാൻ പോയിരിക്കുക. കുളത്തിലോ? എന്തിനാ സന്ധ്യ ഇത്ര ദൂരം അവർ ഒറ്റയ്ക്ക് വിട്ടത്? ഒന്നത് ഭർത്താവില്ലാത്ത സ്ത്രീയല്ലേ, അവിടെ ഇങ്ങനെ കുറെ കള്ളുകൂടിയന്മാരുണ്ട്. എന്നാ പിന്നെ നിനക്കും കൂടെ പോയിക്കൂടെ? പിന്നെ എനിക്ക് കണ്ട തോട്ടിലും കുളത്തിലൊക്കെ പോയിട്ട് അലക്കലല്ലേ പണി, അതൊക്കെ അവര് ചെയ്തോളും. നിനക്ക് ഇവിടെ വേറെ പണിയില്ലാലോ, വെറുതെ ഇരിക്കല്ലേ? എന്തിനാ എല്ലാ പണിയും അവരെ കൊണ്ട് ചെയ്യിക്കുന്നത്? നിനക്കൊന്ന് സഹായിച്ചു കൊടുത്തൂടെ? നമ്മുടെ ചെലവിലല്ലേ കഴിയണത്, അതൊക്കെ അവൾ തന്നെ ചെയ്തോളും. അല്ല, അവൾക്കില്ലാത്ത പ്രശ്നം എന്താ മനുഷ്യ നിങ്ങക്ക്? ഓവർ ആയാലുണ്ടല്ലോ.
ഇവളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ ഒരു പെണ്ണിന്റെ പ്രശ്നം വേറൊരു പെണ്ണിന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല പറയുമ്പോഴാ കഷ്ടം. ഇതെന്താ മോൻ റോഡിൽ വന്നിക്കുന്നത്? അമ്മ എന്താ കാത്തിരിക്ക? മോൻ അംഗനവാടിന്ന് എങ്ങനെ വന്ന്? ടീച്ചർ ആക്കിയത്. ആണോടാ? വല്ലതും കഴിച്ച വന്നിട്ട്? ഇല്ല. എന്തേ വിശക്കുന്നില്ലേ മോന്? വാ. അമ്മന്റെ ജോലി എങ്ങനെയുണ്ട്? കുഴപ്പമില്ലടാ. ഒന്നുമില്ലല്ലോ മോനെ. മോനമ്മ പഴം തരട്ടെ? വേണ്ട അമ്മ, കുഞ്ഞിക്ക് ഇഷ്ടപ്പെടില്ല. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യോ? അമ്മ ഉപ്മാവ് ഉണ്ടാക്കി തരാം കേട്ടോ. വേഗം ഉണ്ടാക്കേ. പിന്നെ ഏട്ടാ, എൻ്റെ കുടുംബത്തിലെ ഒരാളുണ്ട്, 38 വയസ്സായി. ഇന്നേവരായിട്ട് കല്യാണം നോക്കി ശരിയായിട്ടില്ല. അപ്പം ഞാൻ ചേച്ചിൻ്റെ കാര്യം അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഞായറാഴ്ച പെണ്ണാണാൻ വരാൻ പറയട്ടെ. എടാ ചേച്ചി ജോലിക്ക് പോയി തുടങ്ങിയിട്ട് ഇപ്പൊ 1 മാസമല്ലേ ആയിട്ടുള്ളൂ. ഏട്ടൻ്റെ കഴിഞ്ഞ 1 വർഷം പോലും ആയിട്ടില്ല. അതിനിടയ്ക്ക് കല്യാണം എന്ന് പറഞ്ഞു ചെന്നാലേ അത് ചേച്ചി എന്താ വിചാരിക്കുക? നമ്മൾ അവരെ ഇവിടെ ഒഴിവാക്കാൻ നോക്കുകയാണെന്നല്ലേ? എടാ ഒന്ന് അവര് നോക്കിയായിട്ട് എന്തായാലും അവര് വെറുതെ ഇരുത്താൻ തീരുമാനിച്ചിട്ടില്ല. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പറയാൻ വന്നിട്ടാ. കുറച്ചുകൂടി കഴിയട്ടെ പറഞ്ഞാൽ എവിടെ നല്ലത് കിട്ടാനാ? ഇവന്റെ തന്നെ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അത്രയും പറഞ്ഞുകൊണ്ടാ അവർ ഞായറാഴ്ച വരാ പറഞ്ഞത്. ചേട്ടാ, ഇവരെവിടെ ഇരുന്ന് കഴിഞ്ഞാലേ അത് നമുക്ക് പിന്നീട് ബാധ്യതയാകും. എന്ത് ബാധ്യത എന്നാണോ നീ പറയുന്നത്? അവർ നിന്റെ പൈസ വല്ലതും ചെലവാക്കുന്നുണ്ടോ? എത്ര അഡ്ജസ്റ്റ് ചെയ്തിട്ട് ജീവിക്കുന്നത്? എന്തായാലും ഇപ്പൊ ജോലിക്ക് പോയി തുടങ്ങിയിട്ടില്ലേ? ഒരു 3-4 മാസം കൂടി കഴിയട്ടെ. എന്നിട്ട് ഞാൻ തന്നെ ഒരു വാടക വീട് എടുത്തിട്ട് അവരെ മാറ്റുന്നുണ്ട്. മാറ്റും. ഇതന്നെയല്ലേ നിങ്ങൾ കുറെ കാലമായിട്ട് പറഞ്ഞു നടക്കുന്നത്? ഞാൻ അവർക്ക് വാക്ക് കൊടുത്തതാ, എന്തായാലും ഈ ഞായറാഴ്ച കാണാൻ വരും. ചേച്ചിന്റെ കല്യാണം നടത്താൻ എത്ര ധൃതി കാണിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാവും കേട്ടോ. ഈ ഭാഗം കൂടി കൊടുക്കാതിരിക്കാനല്ലേ? അല്ല, ഇതിപ്പോ ഞാനറിയാത്ത നിന്റെ ഏത് കുടുംബക്കാരനാ? അത് നമ്മുടെ രാധിക ചെറിയമ്മന്റെ മോനില്ലേ, ഗിരീശൻ. ഗിരീശനോ? ഏത് നേരം കള്ളും കൊടുത്ത് സിഗരറ്റ് വലിച്ച് നടക്കുന്ന അവനോ? അവനേടി ചേച്ചിനെ തലയിൽ കൊണ്ട് കെട്ടിവെക്കാൻ നോക്കുന്നത്? അവനിങ്ങനെ ഏത് നേരം കുടിച്ച് നടക്കൊന്നുമല്ലല്ലോ. പെണ്ണ് കിട്ടാത്ത വിഷമത്തില് ഇടയ്ക്ക് എപ്പോഴെങ്കിലും കുടിക്കും, അത്ര തന്നെ. അല്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് യോഗ്യത ഉള്ളത്? കല്യാണം കഴിഞ്ഞും ഭർത്താവ് മരിച്ചു, കയ്യിലൊരു കുഞ്ഞുണ്ട്. വേറെ ആര് കെട്ടും പറട്ടാ? സന്ധ്യ, നീ കുറച്ച് മര്യാദയ്ക്ക് സംസാരിച്ചാട്ടോ. എടി, ഏട്ടൻ കഷ്ടപ്പെട്ട് പണിയെടുത്താടി എന്നെ പഠിപ്പിച്ചൊരു ജോലിയാക്കി തന്നത്. ആ ഏട്ടന്റെ ഭാര്യയും കുഞ്ഞാത് അവരെ സുരക്ഷിതമായ കയ്യിൽ എത്തിക്കേണ്ടതേ എന്റെ കടമയാണ്. അല്ലാതെ നിന്റെ വാക്കും കേട്ട് ആർക്കും ഇനി മേലാൽ നീ ഏത് നേരം ഏടത്തിയമ്മ കൊണ്ട് നിങ്ങൾക്ക് എന്തിന്റെ കേടാ? ആ ചെറിയമ്മന്റെ അടുത്താണ് ഞാൻ പറഞ്ഞു പോയി. ഇനിയിപ്പൊ എന്ത് പറഞ്ഞിട്ടാണ് ഒഴിയ? എന്തൊക്കെയാടി നീ പറയുന്നത്? എന്റെ ഭർത്താവിനെ കുറിച്ച് അനാവശ്യം പറയാൻ അവളാരാ? ഇതൊക്കെയാണോ നിങ്ങളുടെ കുടുംബശ്രീ ചർച്ച ചെയ്യുന്നത്? എന്തായാലും ഞാൻ അവളൊന്ന് കാണുന്നുണ്ട്. സന്ധ്യ, എനിക്ക് ആദ്യത്തെ സാലറി കിട്ടിയിട്ടോ. നാളെ ലീവാ. അപ്പോൾ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിക്കാൻ ഒന്ന് കൂടെ വരുമോ? അവളുടെ ഒരു ശമ്പളം ദയവ് ചെയ്ത് ഇവിടെ നിന്ന് പോയി തരുമോ? ദേവിക, എൻ്റെ ഭർത്താവ് നിനക്ക് അനിയനൊക്കെ തന്നെ ആയിരിക്കാം. അത് പറഞ്ഞ് നീ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, പിന്നെ ഞങ്ങളുടെ ജീവിതമായിരിക്കും ഇല്ലാതാവുന്നത്. അതേ മാത്രം ഇവിടെ എന്താ ഉണ്ടായത്? നിന്നെ എന്റെ ഭർത്താവിനെ കുറിച്ച് ആ കുടുംബശ്രീയിലെ പെണ്ണുങ്ങളെ കൂടി എന്തൊക്കെ കഥകളെ പറഞ്ഞുണ്ടാക്കണമെന്നറിയോ? ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇതൊന്നും ശരിയാവില്ല എന്നുള്ളത്. ദേവികെ, ഇനി നീ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും. എടോ, ആരോ എന്തോ പറഞ്ഞു പറഞ്ഞിട്ട് നീ എന്ത് പണിയാ കാണിച്ചത് സന്ധ്യയെ? സ്വന്തം ഭർത്താവിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയണേട്ടാ ഏത് ഭാര്യക്കേട്ടാ സഹിക്ക?
പിന്നെ ഞാൻ എന്ത് ചെയ്യണായിരുന്നു? നിങ്ങൾ എന്നെ പറ. എടോ, ഞാൻ വളരെ കുഞ്ഞായിരിക്കുമ്പോഴാണ് എൻ്റെ അച്ഛൻ ഞങ്ങളെ വിട്ടുപോകുന്നത്. അതിനുശേഷം എൻ്റെ അമ്മ ഞങ്ങൾ 3 മക്കളെയും കൊണ്ട് എത്ര കഷ്ടപ്പെട്ടെന്നറിയോ? ഭർത്താവില്ലാത്ത സ്ത്രീ കുഞ്ഞു മക്കളെയും കൊണ്ട് ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ ഈ സമൂഹത്തിൽ നിന്ന് എന്തൊക്കെ നേരിടേണ്ടി വരും നിനക്കറിയോ? ഞാൻ നേരിട്ട് അനുഭവിച്ചിട്ടുള്ളതാ. എത്ര ആള് വാതിൽ വന്ന് മുട്ടെന്നറിയോ? ഓരോ ദിവസം പേടിച്ച് പേടിച്ച് എൻ്റെ അമ്മ. അതൊക്കെ പേടിച്ചിട്ടാടി ഞാൻ ചേച്ചിനെ എങ്ങോട്ടും വിടാത്തത്. ഒന്നിരിക്കുന്ന എൻ്റെ ഏട്ടൻ്റെ ഭാര്യ കുഞ്ഞിലത് പാവം ഈ രാത്രിയിൽ ഞാൻ എവിടെ പോയിട്ട് തരാനോ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. ചേച്ചി ആദ്യം ഫോൺ എടുക്കാണ്ടായപ്പോ ഞാൻ എത്ര പേടിച്ചെന്നറിയോ? എവിടേക്ക് അന്വേഷിച്ചു ചേച്ചി. എന്തായാലും ചേച്ചി കുഞ്ഞ് ഇവിടെ ഇരിക്കണ്ട, വാ വീട്ടിൽ പോവാ. സുഹൃത്തെ, ഇതെന്റെ ഫ്രണ്ടിന്റെ വീട് തന്നെയാണ്. അവള് കുറേ ആയിട്ട് പറയണം ഇങ്ങോട്ട് മാറി താമസിച്ചെന്നുള്ളത്. ഇത് വാടകയ്ക്ക് കൊടുക്കാൻ വെച്ച തന്നെയാ. എന്നാണിത് മാറണ്ടേ? അത് കുറച്ച് നേരത്തെ ആയിരുന്നേ ഉള്ളൂ. ഇനി പേടിക്കൊന്നും വേണ്ട, അവൾ ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊ പോയുള്ളൂ. അതുകൊണ്ട് ചേച്ചി ഇവിടെ തന്നെ ഇരിക്കണ്ട. എന്തായാലും ഞാൻ നല്ലൊരു വീടേ ചേച്ചിക്ക് വാടകയ്ക്ക് റെഡി ആക്കി തരാം. അതുവരെ അങ്ങോട്ട് വാ. എനിക്കും കുഞ്ഞിനും ഈ വീട് തന്നെ ധാരാളമാ. ഇപ്പൊ പണ്ടത്തെ പോലെ പേടിയൊന്നുമല്ലോ മോനെ. എവിടുന്നൊരു ധൈര്യം കിട്ടിയ പോലെയുണ്ട്. ഞാൻ ഓക്കെയാ. എൻ്റെ അമ്മയും ചേച്ചിനെ പോലെയായിരുന്നു. ഭയങ്കര പേടിയാ. അങ്ങനെ പേടിച്ച് 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 അവസാനം അമ്മയ്ക്കൊരു എവിടെ നിന്നൊരു ധൈര്യം കിട്ടി. ചേച്ചി ഇപ്പം ഇങ്ങനെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് എൻ്റെ അമ്മനെ ഓർമ്മയത്. അമ്മയായിരുന്നു ചേച്ചി എല്ലാം. പെട്ടെന്ന് അമ്മ ഞങ്ങളെ വിട്ടുപോയപ്പോൾ ആ ഒറ്റപ്പെട്ടൊരവസ്ഥയായിരുന്നു. അപ്പോഴാ ഏട്ടൻ ചേച്ചിനെ കല്യാണം കഴിച്ച് അങ്ങോട്ട് വന്നത്. സത്യം പറഞ്ഞ ഏട്ടത്തെ അമ്മ ഞാൻ എൻ്റെ അമ്മനെ കാണുന്നത്. ചേച്ചി ഇവിടെ സന്തോഷത്തോടെ കഴിയാൻ പറ്റാതെ തന്നെ എനിക്ക് സന്തോഷമുണ്ട് ചേച്ചി. എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കണേ ചേച്ചി. ഈ അനിയും കൂടി ഉണ്ടാവും. ശരി. അമ്മയ്ക്ക് ശരിക്കും പേടിയില്ല? ഇനി അമ്മ പേടിച്ചാലേ നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോടാ. അല്ലെങ്കിൽ അമ്മ എന്തിനാ പേടിക്കുന്നത്? അവന്റെ മോനില്ലേ ഇവിടെ. നമ്മൾ വീഡിയോയിൽ പറഞ്ഞ ടേം ഇൻഷുറൻസിന്റെ കാര്യം ഒന്നുകൂടി ഓർമ്മിക്കുകയാണ്. നമ്മളുടെ അഭാവത്തിലും കുടുംബത്തിന്റെ ഭാവി സുരക്ഷിതമാക്കാൻ എല്ലാവരും ഒരു ടേം ഇൻഷുറൻസ് നിർബന്ധമായും എടുത്തിരിക്കേണ്ട ഒന്നാണ്. അവൾ 15% വരെയൊക്കെ ഡിസ്കൗണ്ടോട് കൂടി ഒരു ടേം ഇൻഷുറൻസ് എടുത്ത് വെക്കാനുള്ള ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിലും പിന്നെ കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് കയറി ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡിൽ സ്കാൻ ചെയ്താലും മതി.